പെൽഗാമിൽ ഭീകരാക്രമണമുണ്ടായെടുത്ത ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ വിറങ്ങലിച്ചിരുന്ന ഹിമാൻഷി എന്ന യുവതിയുടെ ചിത്രം തീരാവേദനയായി ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് സർവാൾ അടക്കം 26 പേർക്ക് ജീവൻ നഷ്ടമായ ബൈസൺ വാലിയിൽ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള വാർത്താ സംഘം ഭീകരാക്രമണം നടന്ന സ്ഥലത്തെത്തുന്നത്. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പെൽഗാമിലെ ബൈസറിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ രാജ്യത്തിന് നോവായ ദൃശ്യമാണ് വിനയ് നിർവാൾ ഹിമാൻഷി ജോഡികളുടേത്. ആ ദൃശ്യം ഇവിടെ നിന്നാണ് വന്നത്. ഇവിടെയാണ് വിനയ് നിർവാൾ ചേതനയേറ്റ് കിടന്നത്. തൊട്ടടുത്ത് വിവാഹം കഴിഞ്ഞ് 6 ദിവസം മാത്രം പരിചയമുള്ള അല്ലെങ്കിൽ 6 ദിവസം മാത്രം കഴിഞ്ഞപ്പോൾ മധുവിധു ആഘോഷിക്കാൻ എത്തിയ ഹിമാൻഷി സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ സ്ഥലമാണ് ഇവിടെ. ആ ചോരപ്പാടുകൾ, വിനയ് നിർവാളിൻ്റെ ചോരപ്പാടുകൾ ഇപ്പോഴും ഇവിടെ നിന്ന് മാഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും വലിയ ഭീകരാക്രമണമാണ് ഇവിടെ ഉണ്ടായത്. അന്ന് 26 പേർക്ക്, നിരപരാധികളായ 26 പേരുടെ ജീവനാണ് ഭീകരവാദികൾ എടുത്തത്. രാജ്യത്തിൻ്റെ തീരാ നോവായി ബൈസരൻ മാറിയതും അന്നാണ്. ആ കാണുന്ന പ്രദേശത്ത് ഒരു മൃതദേഹം കിടന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് വന്നതാണ്. തലയ്ക്കൊക്കെ വെടിയേറ്റ ഒരു മൃതദേഹം, ഒരു മനുഷ്യൻ അവിടെ ചേതനേറ്റ് കിടക്കുന്ന ദൃശ്യങ്ങൾ അന്ന് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. അങ്ങനെ ഈ കുന്നിൻ്റെ ഓരോ ഭാഗത്തും 26 നിരപരാധികളുടെ ജീവൻ്റെ ചോരയുടെ മണം ഇപ്പോഴും ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ രാജ്യത്തിന് തീരാ നോവായി ബൈസരൻ മാറി. ആ ബൈസരനിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘം ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ബൈസൺ വാലി ഇന്ന് വിജനമാണ്. മലയാളിയായ ഇടപ്പള്ളി സ്വദേശി രാമേന്ദ്രൻ അടക്കമുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഈ ഭൂമിയിൽ വെച്ചാണ്. അവർക്കൊക്കെ ഓർത്തെടുക്കാൻ ഒരുപാടുണ്ടാവും ഈ നിമിഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കുവാനും അതോടൊപ്പം തന്നെ സംസാരിക്കാനും ഒക്കെ ഇരിക്കുന്ന ഇടമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ആരുമില്ല. കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ ഒരു കസേരയിൽ അന്ന് ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വെടികൊണ്ട് ഒരാൾ ഇരുന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു കുട്ടി നിന്ന് കരയുന്ന കണ്ടാണ്. ആ ഗേറ്റിൽ ഒരു സ്ത്രീ സഹായം അഭ്യർത്ഥിച്ച് കരയുന്ന ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഗേറ്റിൽ ഒരു മൃതദേഹം, ഒരു സാധാരണക്കാരൻ്റെ മൃതദേഹം, അത്തരത്തിൽ ഭീകരവാദികൾ വെടിവെച്ച് വീഴ്ത്തിയ മൃതദേഹം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ നോവായി, രാജ്യത്തിൻ്റെ വേദനയായി ബൈസരൻ മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ബൈസരൻ വാലിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇന്നിപ്പോൾ ഇത് വിജനമാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വ്യക്തമായിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ ആരുമില്ല, ആരും എത്തിയിട്ടില്ല. അത്തരത്തിൽ വലിയ ഭീതി ഉണ്ടാക്കുന്ന പ്രദേശമായി ഇത് മാറിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബൈസറിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ കുന്നുകൾ, മലകൾ, പൈൻമരക്കാടുകൾ, മഞ്ഞു മൂടിയ ഹിമവാൻ, അത്തരത്തിൽ ആർക്കും ഒരുപാട് കാഴ്ചകൾ സമ്പാദിക്കുന്ന ഈ ബൈസറിൽ ഇന്നിപ്പോൾ ആരുമില്ലാത്തൊരു വെറും പുൽത്തകിടി മാത്രമായി മാറിയിരിക്കുന്നു. എന്താണെങ്കിലും ഭീകരാക്രമണം വലിയ തരത്തിൽ ഉണ്ടായ സ്ഥലമാണ്. ഇപ്പോഴും അവർക്ക് വേണ്ടി തിരിച്ചു തൊട്ടുന്നത്. എന്താണെങ്കിലും ബൈസരൻ വാലി ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് അന്ന് സമ്മാനിച്ചത്. ആ പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉറുകടനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ ബൈസരൻ.